അത് സ്വീകരിക്കുന്നതിന് പകരം ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരുടെ വായടപ്പിക്കാനും അവരെ ജയിലെടുക്കാൻ ശ്രമിക്കണം. ഇതുകൊണ്ടൊന്നും തീരില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, ആരോഗ്യ മേഖലയിൽ ഉള്ള ഈ പിടിപ്പുകേടിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. 2026 ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നു. ഈ സമയത്ത് പി കെ ശൈ പോലുള്ള ചില നേതാക്കളെ പാലക്കാട് കൂടെ കൂട്ടി ഇവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള വിലയിരുത്തലിലേക്ക് കടന്നു അത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയാം. സാധാരണഗതിയിൽ ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരെയാണ് BJP നേതാവിനെ നോമിനേറ്റ് ചെയ്യുന്നതിന് പിന്നിലുള്ള അഭിപ്രായം. അല്ല, ഞാനിപ്പം കേരളത്തിൽ നിന്ന് ഒരാൾ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ഞാൻ അപലപിക്കാനല്ല ശ്രമിക്കുന്നത്, പറയട്ടെ. പക്ഷേ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന നിങ്ങൾ ആരൊക്കെയാണ്? സച്ചിൻ തെണ്ടുൽക്കറെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുള്ളത്. കേരളത്തിന് മുൻപ് നോമിനേറ്റ് ചെയ്തത് MS സ്വാമിനാഥനെയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള MS സ്വാമിനാഥനെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, രാഷ്ട്രപതിയുടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടാവും. ആ കാര്യം ശരി. നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? രാഷ്ട്രപതിയുടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കോട്ടയിൽ നോമിനേറ്റ് ചെയ്യണമായിരുന്നു. ആരും എതിരെ പറയില്ല, പൊളിറ്റിക്കൽ കോട്ടയിൽ നോമിനേറ്റ് ചെയ്യാം. പക്ഷേ രാഷ്ട്രപതിയുടെ നോമിനേഷൻ വരുമ്പോൾ അത് MS സ്വാമിനാഥൻ്റെ ഒരു പാരമ്പര്യം കേരളത്തിലുള്ള സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പത്തനംതിട്ടയിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ് PJ കുര്യൻ ഇന്ന് യൂത്ത് കോൺഗ്രസ് വിമർശിക്കുന്ന